വെൽക്കം. നമ്മൾ ഇന്ന് ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് ഒരു ലക്ഷറി ക്രൂസ് ഷിപ്പ് യാത്ര നടത്താൻ പോവാണ്. നമ്മളിപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകുന്നത് ദുബായിലുള്ള പോർട്ട് റാഷിദിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവിടെ ഈ ബിൽഡിംഗ് കണ്ടിട്ടില്ല. അടുത്തെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതാണ് നമ്മൾ പോകുന്ന ഷിപ്പ്. പോർട്ടിലെത്തിയോടെ എമിഗ്രേഷനും ടിക്കറ്റ് കൺഫർമേഷനെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപാട് നമ്മൾ നേരെ ഷിപ്പിലേക്ക് വിട്ടു. MSC യുറീബിയ എന്ന് പറയുന്ന ഈ ഒരു 19 നില ഷിപ്പിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഈ ഷിപ്പിൽ തന്നെ നമുക്ക് മാണ്ടാത്തതായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അൺലിമിറ്റഡ് ഫുഡ്, സ്വിമ്മിംഗ് പൂള്, വാട്ടർ തീം പാർക്ക്, കുറെ പ്രോഗ്രാംസ്, ജിമ്മ് എന്ന് പറയേണ്ട ഒരുപാട് ഫെസിലിറ്റീസ് അടങ്ങിയതാണ് ഈ ഒരു ഷിപ്പ്. ഇന്ന് രാത്രി 8 മണിക്ക് ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് ഷിപ്പ് പുറപ്പെടുള്ളൂ. പക്ഷെ നമുക്ക് രാവിലെ തന്നെ 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. രാവിലെ 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്താൽ തന്നെ നമുക്ക് ഇതിലുള്ള ഫുൾ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് കഴിയില്ല. അത്രക്കും ഫെസിലിറ്റീസ് ഇതിലുണ്ട്. ടോട്ടൽ 6000 ആൾക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. നമ്മളെ റൂം വരുന്നത് 12ാമത്തെ നിലയിലാണ്. ഒരു റൂമിൽ 2 ആൾക്കാർ വെച്ചിട്ടാണ് ഉണ്ടാവുക. ബാഗെല്ലാം റൂം കൊണ്ടുവച്ച് നമ്മൾ നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ നമുക്ക് അസൈൻ ചെയ്ത റെസ്റ്റോറൻറ്റ് നമ്മളെ ക്യാബിൻ കാർഡിൽ എഴുതിയിട്ടുണ്ടാവും. അവിടെ വേണമെങ്കിൽ പോവാം. അതേപോലെ 15ാമത്തെ നിലയിൽ അൺലിമിറ്റഡ് ഫുഡായിട്ട് ബൊഫേ ഉണ്ട്. അവിടെ പോയിട്ടും കഴിക്കാം. നമ്മൾ ആദ്യം നമുക്ക് അസൈൻ ചെയ്ത റെസ്റ്റോറൻറ്റ് പോയി കഴിക്കാമെന്ന് വിചാരിച്ച്. റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയല്ലോ ഏതോ മാളിൽ കൂടി പോകുന്ന പോലെ ഉണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. ഇനി മെനുവിൽ നോക്കി സാധനം ഓർഡർ ചെയ്യണോ? മെനുവിൽ നോക്കിയാൽ എന്തായാലും തിരിയില്ല. കാരണം ഇതുവരെ കാണാത്ത ഐറ്റംസ് ആണ് മെനുവിലുള്ളത്. എല്ലാം ഓരോന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്തിയിട്ട് നോക്കണം എന്നാ വന്നെന്നുള്ളത്. അതിൻ്റെ അടുക്ക ഫോർക്ക് ഉപയോഗിക്കാത്ത നമ്മളെല്ലാം ബന്നടക്കം ഫോർക്ക് കൊണ്ടാണ് കഴിക്കുന്നത്. ഫുഡ് ഓരോന്നോരോന്നായി വരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് നമുക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അടിപൊളി ഫുഡായിരുന്നു. ബർഗറിൽ ഒരു രക്ഷയില്ല. മെയിൻ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഫ്രൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഐസ്ക്രീം, അങ്ങനെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം മുകളിലെ ബുഫേയിലെ ഫുഡിന്റെ അവസ്ഥ എന്നാ നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഷിപ്പിൽ യാത്ര ചെയ്യാൻ വേണ്ടി എങ്ങനെയാ ബുക്ക് ചെയ്യാന്നുള്ളതും ഈ ഷിപ്പിൽ യാത്ര ചെയ്യാൻ വേണ്ടി എത്ര പൈസ ആവും എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ഷിപ്പിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.